ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായി WSC എഡ്യൂക്കേറ്റർ AKC ചിറമംഗലം തയ്യാറാക്കിയത്. നമ്മെ പടച്ചത് ആര്? ഉത്തരം അല്ലാഹു. അല്ലാഹു എത്രയാണ്? ഉത്തരം അല്ലാഹു ഏകനാണ്, ഒന്നാണ്. എല്ലാറ്റിന്റെയും ഉടമസ്ഥനാര്? ഉത്തരം അല്ലാഹു. അല്ലാഹു എല്ലാം കാണുന്നവനാണോ? ഉത്തരം അതെ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനാണോ? ഉത്തരം അതെ, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹുവിന് പങ്കുകാരുണ്ടോ? ഉത്തരം ഇല്ല, അല്ലാഹുവിന് പങ്കുകാരില്ല. ആദ്യത്തെ മനുഷ്യനാര്? ഉത്തരം ആദം നബി. ആദ്യത്തെ പ്രവാചകനാര്? ഉത്തരം ആദം നബി. നമ്മുടെ പ്രവാചകനാര്? ഉത്തരം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ പ്രവാചകനാര്? ഉത്തരം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിംകൾ ആരാധിക്കുന്നത് ആരെയാണ്? ഉത്തരം അല്ലാഹുവിനെ മാത്രം. സ്വർഗം നൽകുന്നതാര്? ഉത്തരം അല്ലാഹു. നരകം ഉണ്ടാക്കിയതാര്? ഉത്തരം അല്ലാഹു. നമ്മെ നയിക്കാൻ അല്ലാഹു അയച്ചത് ആരെ? ഉത്തരം നബിമാരെ. മലക്കുകൾ എന്തിനാൽ പടക്കപ്പെട്ടവരാണ്? ഉത്തരം പ്രകാശത്താൽ, നൂർ. വിഭാഗം 2. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം, താരീഖ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നഗരം ഏത്? ഉത്തരം മക്ക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമേത്? ഉത്തരം റബീഉൽ അവ്വൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തീയതിയേത്? ഉത്തരം റബീഉൽ അവ്വൽ 12. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമേത്? ഉത്തരം തിങ്കളാഴ്ച. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആനക്കലഹ വർഷം, ഇയർ ഓഫ് ദി എലിഫന്റ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ പേരെന്ത്? ഉത്തരം അബ്ദുള്ള. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പേരെന്ത്? ഉത്തരം ആമിന ബീവി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനാര്? ഉത്തരം അബ്ദുൽ മുത്തലിബ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ മുലയൂട്ടിയ ഉമ്മയാര്? ഉത്തരം ഹലീമ ബീവി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഗോത്രമേത്? ഉത്തരം ഖുറേഷി ഗോത്രം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബനൂ ഹാഷിം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ പിതാവ് ജീവിച്ചിരുന്നോ? ഉത്തരം ഇല്ല. നബി സത്യസന്ധത കാരണം ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം അസ്സാദിഖ്. നബി വിശ്വസ്തത കാരണം ഏതു പേരിൽ അറിയപ്പെട്ടു? അതെ, അൽ അമീൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് എവിടേക്കാണ് ഹിജ്റ പോയത്? ഉത്തരം മദീനയിലേക്ക്. ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത് ഏത് സംഭവത്തോടെയാണ്? ഉത്തരം ഹിജ്റ. നബി മദീനയിൽ വെച്ചാണ് മരിച്ചത്. നബി മരിച്ച തീയതിയേത്? ഉത്തരം റബീഉൽ അവ്വൽ 12. നബി മരണപ്പെടുമ്പോൾ എത്ര വയസ്സായിരുന്നു? ഉത്തരം 63 വയസ്സ്. നബിയുടെ ഖബർ എവിടെയാണ്? ഉത്തരം മദീനയിലെ മസ്ജിദുന്നബനിയിൽ. നബിയുടെ ആദ്യത്തെ ഭാര്യ ആര്? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബിയുടെ മകൾ ഫാത്തിമ ബീവിയുടെ ഭർത്താവാര്? ഉത്തരം അലി റളിയല്ലാഹു അൻഹു. നബിയുടെ പേരക്കുട്ടികൾ ആരെല്ലാം? ഉത്തരം ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബിയുടെ വളർത്തുമകൻ ആര്? ഉത്തരം സെയ്ദ് റളിയല്ലാഹു അൻഹു. നബിക്ക് അല്ലാഹു നൽകിയ അദ്ഭുതമേത്? ഉത്തരം പരിശുദ്ധ ഖുർആൻ. വിഭാഗം 4. കർമ്മശാസ്ത്രം, ഫിഖ്. ഒരു ദിവസം എത്ര നേരമാണ് നിസ്കരിക്കേണ്ടത്? ഉത്തരം 5 നേരം. രാവിലെ നിർവഹിക്കുന്ന നിസ്കാരമേത്? ഉത്തരം സുബഹി. ഉച്ചയ്ക്ക് നിർവഹിക്കുന്ന നിസ്കാരമേത്? ഉത്തരം ദുഹ. വൈകുന്നേരം നിർവഹിക്കുന്ന നിസ്കാരമേത്? ഉത്തരം അസർ. സൂര്യൻ അസ്തമിച്ചാൽ ചെയ്യുന്ന നിസ്കാരമേത്? ഉത്തരം മഗ്രിബ്. രാത്രിയിൽ നിർവഹിക്കുന്ന നിസ്കാരമേത്? ഉത്തരം ഇഷ. നിസ്കാരത്തിനു മുൻപ് നിർബന്ധമായും എന്തു ചെയ്യണം? ഉത്തരം വുദൂവെടുക്കണം. വുദൂവിന്റെ ആദ്യം വേണ്ടതെന്ത്?
ഉത്തരം നിയത്ത്. വുദൂവിൽ മുഖം എത്ര തവണ കഴുകണം? ഉത്തരം 3 തവണ. വുദൂവിൽ തല എത്ര തവണ തടവണം? ഉത്തരം 1 തവണ. വുദൂവിന്റെ അവസാന ഘട്ടം ഏതാണ്? ഉത്തരം കാലുകൾ കഴുകുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്? ഉത്തരം കിബിലയിലേക്ക്. നിസ്കാരം തുടങ്ങുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം അല്ലാഹു അക്ബർ. നിസ്കാരം അവസാനിപ്പിക്കുന്നതെങ്ങനെ? ഉത്തരം സലാം വീട്ടി. വുദൂവിൽ കൈകൾ എവിടം വരെ കഴുകണം? ഉത്തരം മണിവന്തം വരെയും പിന്നീട് മുട്ടുവരെയും. വായ് കൊള്ളുന്നത് വുദൂവിൽ എപ്പോഴാണ്? ഉത്തരം കൈകൾ കഴുകിയ ശേഷം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് എന്തിന്? ഉത്തരം ശുദ്ധി വരുത്താൻ. ചെവി തടവുന്നത് വുദൂവിൽ ആവശ്യമാണോ? ഉത്തരം അതെ. നിസ്കാരം മുസ്ലിമിന് എന്താണ്? ഉത്തരം പ്രകാശമാണ്. ഏതു കാൽ വെച്ചാണ് മസ്ജിദിൽ കയറേണ്ടത്? ഉത്തരം വലതുകാൽ വെച്ച്. മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതു കാൽ വെക്കണം? ഉത്തരം ഇടതുകാൽ വെച്ച്. ബാങ്ക് കേൾക്കുമ്പോൾ നാം എന്തു ചെയ്യണം? ഉത്തരം അത് ശ്രദ്ധിക്കുകയും മറുപടി നൽകുകയും വേണം. ബാങ്ക് വിളിക്കുന്ന ആളെ എന്തു പറയുന്നു? ഉത്തരം മുഅദ്ദിൻ. ആദ്യത്തെ മുഅദ്ദിൻ ആര്? ഉത്തരം ബിലാൽ റളിയല്ലാഹു അൻഹു. നിസ്കരിക്കാൻ പോകുമ്പോൾ നാം എങ്ങനെയായിരിക്കണം? ഉത്തരം വൃത്തിയുള്ളവരായിരിക്കണം. വിഭാഗം 5 മര്യാദകൾ അഖ്ലാഖ്. എപ്പോഴും എന്തുമാത്രമേ പറയാവൂ? ഉത്തരം സത്യം. നുണ പറയുന്നത് നല്ലതാണോ? അല്ല, അത് തിന്മയാണ്. സത്യസന്ധത നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? സ്വർഗത്തിലേക്ക്. സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ ആര്? ഉത്തരം മാതാപിതാക്കൾ. മാതാപിതാക്കളെ നാം അനുസരിക്കേണ്ടതുണ്ടോ? ഉത്തരം അതെ, നിർബന്ധമായും അനുസരിക്കണം. ഗുരുക്കന്മാരോട് എങ്ങനെ പെരുമാറണം? ബഹുമാനത്തോടെ. ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് എന്തു പറയണം? ഉത്തരം ബിസ്മില്ലാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം? ഉത്തരം അൽഹംദുലില്ലാ. ഇടതു കൈകൊണ്ട് ഭക്ഷണം കഴിക്കാമോ? ഇല്ല, വലതു കൈകൊണ്ട് മാത്രമേ കഴിക്കാവൂ. സലാം പറയുന്നതെങ്ങനെ? ഉത്തരം അസ്സലാമു അലൈക്കും. സലാം മടക്കുന്നതെങ്ങനെ? ഉത്തരം വാലേക്കുമുസ്സലാം. തുമ്മിയാൽ എന്തു പറയണം? ഉത്തരം അൽഹംദുലില്ലാ. മറ്റൊരാൾ തുമ്മി അൽഹംദുലില്ലാ എന്നു പറഞ്ഞാൽ നാം എന്തു പറയണം? ഉത്തരം യർഹമുക്കല്ലാ. ചീത്ത വാക്കുകൾ പറയുന്ന മുസ്ലിമാകാൻ പാടുണ്ടോ? ഉത്തരം ഇല്ല. അയൽവാസികളോട് എങ്ങനെ പെരുമാറണം? ഉത്തരം സ്നേഹത്തോടും കരുണയോടും. ജീവികളോട് കരുണ കാണിക്കാമോ? ഉത്തരം അതെ, കാണിക്കണം. വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് പുണ്യമാണോ? ഉത്തരം അതെ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? ഉത്തരം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ശുദ്ധി വിശ്വാസത്തിന്റെ ഭാഗമാണോ? ഉത്തരം അതെ. ദേഷ്യം വന്നാൽ എന്തു ചെയ്യണം? ഉത്തരം ഔദു ബില്ലാഹി എന്നു ചൊല്ലണം. വിഭാഗം 6 നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ. ഉറങ്ങാൻ പോകുമ്പോൾ ചൊല്ലേണ്ട ദുആ ഏത്? ഉത്തരം ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ. ഉറക്കമുണരുമ്പോൾ ചൊല്ലേണ്ട ദുആ ഏത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന. ബാത്റൂമിൽ കയറുമ്പോൾ ഏതു കാൽ വെക്കണം? ഉത്തരം ഇടതുകാൽ. ഖുറാനിലെ ആദ്യത്തെ സൂറത്തേത്? ഉത്തരം സൂറത്തുൽ ഫാത്തിഹ. ഖുറാനിലെ അവസാനത്തെ സൂറത്തേത്? ഉത്തരം സൂറത്തുൻ നാസ്. ഒന്നാം കലിമ ഏതാണ്? ഉത്തരം കലിമത്തു ത്വയ്യിബ. രണ്ടാം കലിമ ഏതാണ്? ഉത്തരം കലിമത്തു ഷഹാദത്ത്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ എത്രയാണ്? ഉത്തരം 5. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? ഉത്തരം 6. വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ചൊല്ലേണ്ട ദുആ ഏത്? ഉത്തരം റബ്ബി സിദ്നി ഇൽമ. വസ്ത്രം ധരിക്കുമ്പോൾ എന്തു പറയണം? ഉത്തരം ബിസ്മില്ലാ. വീട്ടിനു പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദുആ ഏത്? ഉത്തരം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ലോകത്തെയും ജനങ്ങളെയും സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.